പുഷ്പമാലയുണ്ട്. പുഷ്പമാലയുടെ നേറ്റീവ് വിമൻ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഫോട്ടോഗ്രാഫുകളുണ്ട്. അത് കോളനൈസർ നമ്മളെ കണ്ട് അവരെടുത്ത ഫോട്ടോഗ്രാഫുകൾ, കൊളോണിയൽ ഫോട്ടോഗ്രാഫി, അതിനെ മറിച്ചിടുകയാണ് ചെയ്യണേ ഇവർ അതിനകത്ത് ആ ഫോട്ടോഗ്രാഫിനെ അതേപോലെ പെർഫോം ചെയ്യുമ്പോൾ. കാരണം ഇപ്പോൾ ഒരു ഇന്ത്യൻ സബ്ജക്റ്റ്, വുമൺ ഹെർസെൽഫ്, അവർ തന്നെ നിങ്ങളുടെ കാഴ്ചയെ ഞങ്ങളുടെ മേലണിയുമ്പോൾ ഇറ്റ് ഈസ് നോ മോർ വാട്ട് യു ഹാവ് സീൻ അസ്. ഞങ്ങളെ കണ്ട നിങ്ങളുണ്ടാക്കിയ ഒറിജിനൽ റെപ്രസെൻറ്റേഷൻ പൊളിഞ്ഞുപോയി. പിന്നെ കാണുന്ന എൻ്റെ ഫോട്ടോ ഞാൻ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഓ ഇത് അവരല്ലേ, ഇത് മിമിക്രി അല്ലേ, ഇതൊരു കളിയല്ലേ, ഇതൊരു പരിഹാസമില്ലേ. യെസ്, അപ്പം പരിഹാസത്തിൻ്റെ ഒരു തലം അതിൽ കൊണ്ടുവരാം. അതൊരു മിഡിൽ ക്ലാസ് സ്ത്രീകളുടെ പ്രോജക്റ്റ് ആയിരുന്നു എന്നും ഞാൻ പറയും. ഇപ്പം ഞാൻ തന്നെ കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ സീരീസ് ചെയ്തതും എൻ്റെ ഒരു മിഡിൽ ക്ലാസ് ചിരികളായിരുന്നു. അത് ഒരു മിഡിൽ ക്ലാസ് വുമൺ ആണ് ചിന്തിക്കുന്നത് മുഴുവൻ മിക്സി TV VCR എന്ന് പറഞ്ഞിട്ടാണ് എന്നൊരു കാലഘട്ടം പറയുമ്പോൾ, അല്ലല്ല ഞങ്ങൾ ഇൻ്റലക്ച്വലി ഞങ്ങൾക്ക് വേറെ ആവശ്യങ്ങളാണുള്ളത് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ എൻ്റെ മുഖം അത് അവിടെ പകർത്തി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ആ വട്ടങ്ങളിലൊക്കെ ആ ഡിസൈൻ ചെയ്ത, പണ്ട് ഏതോ ഒരാൾ അഡ്വർടൈസ്മെന്റ് പാവം ഡിസൈൻ ചെയ്തതാ, ആ വട്ടത്തിലൊക്കെ മാനിനെ, പശുവിനെ, സിംഹത്തിനെ, ടൈഗറിനെ ഒക്കെ വെച്ചു. കാരണം എനിക്ക് ഏറ്റവും നിഷേധിക്കപ്പെടുന്നത് എൻ്റെ ഉള്ളിലെ ജന്തു സഹജ സ്വഭാവങ്ങളെയാണ്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്. അപ്പൊ എൻ്റെ നാരറ്റീവ് അങ്ങനെയാക്കി മാറ്റി. സോ വിഷ്വലിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന്, അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഈ കൾച്ചർ സ്റ്റഡീസ് നമുക്ക് തരുന്നത്. അതിനുള്ള ഇൻസൈറ്റ്സ്, സ്വാതന്ത്ര്യമല്ല, അതിനുള്ള ഇൻസൈറ്റ്സ് ആണ് കൾച്ചർ സ്റ്റഡീസിൽ കൂടെ നമ്മൾ കിട്ടുന്നത്.